ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബറാത്ത് ദിവസത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ അന്നത്തെ ദിവസത്തിലെ രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മട്ടന് വാങ്ങാൻ പോക്കാന്ന് കേട്ടോ. മട്ടനും വേണം ബീഫും വേണം, രണ്ടും വാങ്ങാൻ പോക്കാന്ന്. കാര്യമില്ലേ, ഇന്ന് ഞാൻ മട്ടൻ ഹലീമ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹൈദരാബാദി സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ, അത് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ പോക്കാന്ന്. രാവിലെ ശുഭ നമസ്കാരമെല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ലേ, വെളിച്ചം വന്നിട്ടും ആ നല്ല മഞ്ഞുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, നമ്മളെ നാട് കാണാൻ വേണ്ടിക്ക് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഇതാ തിരിച്ച് വരുമ്പോഴുള്ള ഭാഗം കൂടി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മട്ടനെല്ലാം വാങ്ങി കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പം എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ആക്കാത്തത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ തലേ ദിവസം മാങ്ങ കട്ട് ചെയ്തിട്ട് ഉപ്പിൽ എന്താ പറയുക ഉപ്പ് വരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. പിന്നെ ഏതായാലും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പിലിട്ട് വെക്കാമെന്ന്. ഞാനിതാ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, മാങ്ങയിൽ നിന്നുള്ള ആ ഒരു വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടായിന് കേട്ടോ. അത് ഞാൻ കുപ്പിയിലിട്ട് കൊടുത്ത് ഇനിയിപ്പം മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളകും വെളുത്തുള്ളിയും എന്തായാലും ഇടണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വിനെഗർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പുറത്തെല്ലാം പോകുമ്പം കഴിക്കുന്ന ആ ഒരു ഉപ്പിലിട്ട മാങ്ങയില്ലേ, അതിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ മുഴുവനായിട്ടുള്ള മാങ്ങയും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് മാങ്ങ അച്ചാറിൻ്റെ എല്ലാം റെസിപ്പി. കാണാത്തവർ കണ്ടോക്കുക. ഇർഫാന ഷംഷീർ അച്ചാർ റെസിപ്പി, പിക്കിൾ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഭാഗം നേരം തന്നെ ക്ലീൻ ആക്കി എടുക്കലാണ്. ഇതില്ലേ ഞാൻ പല ടൈമിലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കാണ് കേട്ടോ, ആണപ്പത്തിലുണ്ടാക്കാൻ വന്നതാണ്. കാര്യമില്ല, എനിക്ക് ഹലീം ആദ്യം റെഡിയാക്കണം. അപ്പം എന്താ പറയുക, ഹലീം എനിക്ക് റെഡിയാക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ 2 കുക്കർ വേറെ ഉണ്ട്, പക്ഷേ ഇല്ലേ ഒന്ന് സ്റ്റീലാണ്, ഒട്ടിപ്പിടിക്കും. മറ്റേതാണെങ്കിലേ അതിൻ്റെ വിസിലടിയായിട്ട് ഉപ്പാൻ്റെ കയ്യിൽ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. ആ വലിയൊരു കുക്കറില്ലേ, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉപ്പാൻ്റെ വണ്ടിയിൽ ഇപ്പോൾ അതുണ്ട്. എന്താ പറയുക, കണ്ണൂർ പോകുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. കൊടുത്തിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കുക്കറി അപ്പില്ലു. ഞാൻ വിചാരിച്ചു വേഗം തന്നെ ആണപ്പത്തിൻ്റെ കറി റെഡിയാക്കി വെക്കാമെന്ന്. ബീഫ് കറി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കർ അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ തന്നെ എന്താ പറയുക ബീഫ് കറി റെഡിയാക്കലാണ്. പിന്നെ കുറേ ആൾക്കാർ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും ബറാത്തിൽ നമുക്ക് വിശ്വാസമില്ല എന്നല്ല. എൻ്റെ വീട്ടിലില്ലേ, എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ വീട്ടിലായാലും കുറേ ആൾക്കാർക്ക് ബറാത്തിൽ വിശ്വാസമുണ്ട്, കുറേ ആൾക്കാർക്കില്ല. അപ്പം എന്താ പറയുക, മറ്റുള്ളവരുടെ ആ ഒരു താല്പര്യം കൂടി നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ബറാത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണയാണെന്ന് എന്താ പറയുക കക്കറൊട്ടി എന്നെല്ലാം പറയും വേറെ നാട്ടിൽ. നമ്മളില്ലേ ആണപ്പത്തിൽ നിന്നാണ് പറയൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ 2 ചെറിയ ഉള്ളി, എന്താ പറയുക ഒരു മീഡിയം സൈസിലല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഉള്ളി 2 എണ്ണം എടുക്കുക, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായ ശേഷം ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ബൾബ് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയിലാണെങ്കിൽ എന്താ പറയുക ഒരു ബൾബൊന്നും വേണ്ട, അതിലും കുറച്ച് കുറവ്, ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 5 or 6 പച്ചമുളക്, റോസ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 4 or 5 തക്കാളീനെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങക്കറി വെക്കുമ്പോഴേ നമ്മൾ ഒരിക്കലും ഉള്ളിൻ്റെ അളവ് കൂട്ടാൻ പാടില്ല. ഉള്ളിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ കറിക്കൊരു മധുര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് 2 ചെറിയ ഉള്ളി എടുത്തത്. വലുതാണെങ്കിൽ 1 ഉള്ളി മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം വാടി വന്ന ശേഷിയിൽ ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളതിൽ മുളക് പൊടി വേറെ മല്ലിപ്പൊടി വേറെ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന കണക്കിലിട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആ ഒരു മുളകിൻ്റെയും മഞ്ഞളുടെ എല്ലാം റോസ് സ്മെല്ല് മാറുന്നത് വരെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ബീഫും കൂടി ഇട്ട് കൊടുക്കലാണ്. കഴുകി ക്ലീൻ ആക്കി വെച്ച 1 കിലോ ബീഫാണ് കേട്ടോ. 1 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കിയിട്ട് വയറ്റാണ്ട് ചെയ്യുക. പക്ഷേ വയറ്റിയിട്ട് ചെയ്യുമ്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ ഒരു ആണപ്പത്തിലെല്ലാം നമ്മൾ ബിരിയാണിയിലാണെങ്കിൽ വയറ്റാണ്ടെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ദം ചെയ്യുമ്പം ഒന്ന് മിക്സാക്കി എടുക്കുമല്ലോ. പക്ഷേ ഇതാകുമ്പം വയറ്റിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആണപ്പത്തിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ കഴിഞ്ഞ റമദാൻ്റെ ടൈമെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ റമദാൻ ബ്ലോഗെന്നോ ഇല്ലാന്നുണ്ടെങ്കിൽ കക്കറൊട്ടി ആണപ്പത്തിരി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയാണെങ്കിലില്ലേ എൻ്റെ അരിപ്പൊടി തീർന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അരിപ്പൊടിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ക്ലീനിങ് വ്ളോഗും ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ ക്ലീനിങ് വ്ളോഗും അരിപ്പൊടിയെല്ലാം പൊടിക്കുന്ന എന്താ പറയുക വിധമെല്ലാം ഞാൻ ഇൻഷാല്ലാ കാണിക്കാം കേട്ടോ. നോമ്പിന് മുമ്പായിട്ട് തന്നെ എനിക്ക് പറ്റുവാണെങ്കിൽ കാണിക്കും ഇൻഷാല്ലാ. ഇനിയിപ്പോൾ ഞാനില്ലേ അരി കുഴച്ചെടുക്കലാണ്. അണപ്പത്തിനുള്ള അരിയെല്ലാം കുഴച്ചെടുക്കുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന ഷംഷീർ കക്കറൊട്ടി റെസിപ്പി, അണപ്പത്തിൻ്റെ റെസിപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ റമദാൻ്റെ വ്ളോഗിൽ ഫസ്റ്റ് വ്ളോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്ളോഗ് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഞാൻ റെസിപ്പി ഫുള്ളായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ്. കുറേ നാട്ടിലെ ആൾക്കാർ തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പൊടിക്കാനാണ് ആ വീഡിയോ കാണുന്നില്ലല്ലോ, ഇർഫാന ചെയ്തിരുന്നല്ലോ പറഞ്ഞിട്ട് വിളിക്കലുണ്ട് കേട്ടോ. നല്ല അരിപ്പൊടിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ബോൾസാക്കി എടുക്കലാണ്. ഇതാ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇതിലെല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. കയ്യിൽ കുറച്ച് ഓയിലാക്കുക, എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ബോൾസാക്കി എടുക്കുക. അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക, ഹോളല്ല ഒരു കുത്ത് വെച്ച് കൊടുക്കുക വിരലിനെ കൊണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പില്ലേ ഞാൻ വീട്ടിൽ ടി വിയിൽ ഖുറാൻ വെക്കലുണ്ട് കേട്ടോ. അത് നമ്മൾ വീട്ടിൽ വീട്ടമ്മമാർ എപ്പോഴും ബിസി ആയിരിക്കും. രാവിലെ എണീച്ച മുതൽ രാത്രി വരെ നമുക്ക് പണിയായിരിക്കും. എന്താ പറയുക, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, കുട്ടികൾ സ്കൂളിലെല്ലാം പോകുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും എപ്പോഴും പണി തന്നെ ആയിരിക്കും. ഇരിക്കാനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ജോലിയും കൂടി ചെയ്യുന്നവരാണെങ്കിൽ. ഞാനിപ്പം വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ടൈം ഉണ്ടാവലേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ സുബഹിൻ്റെ ടൈം തന്നെ ഖുറാൻ ഓതാൻ ശ്രമിക്കലുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഖുറാനെല്ലാം ഉണ്ടാവില്ലേ, നമുക്ക് ഓരോരോ ദിവസം ഓരോരോ സൂറത്ത് ഓതണമെന്ന് നമ്മൾ ഇങ്ങനെ നിയത്താക്കൂലേ, അതെല്ലാം ഞാൻ ടി വിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഓതൽ. മുൽക്ക്, വാക്യ സൂറത്ത്, മുൽക്ക് സൂറത്ത്, ദുഹാന്, അങ്ങനത്തെ സൂറത്തെല്ലാം ഞാൻ ടി വിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഓതൽ. അങ്ങനെ ആകുമ്പില്ലേ നമ്മൾ പണിയും നടക്കും, ഖുറാനോത്തും നടക്കും. പണി മാത്രം എടുത്തിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന ടൈം നമുക്കൊരു ടെൻഷനായിരിക്കും. പഠിച്ചോനെ ഞാൻ ആഹാരത്തിന് വേണ്ടിക്കൊന്നും ചെയ്തില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളേക്ക് വേണ്ടിക്കൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ നമ്മൾ പണിയും നടക്കും, നമ്മൾ ഖുറാനോത്തും നടക്കും. ടി വിയിൽ അല്ലാന്നുണ്ടെങ്കിലും മൊബൈലെല്ലാം നമ്മൾ ഖുറാൻ വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പരിഭാഷയാണ് കേട്ടോ നമ്മൾ ഓതേണ്ട. പരിഭാഷ ഓതിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ അറിവ് കിട്ടുക. നമ്മൾ അറബി ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിലെന്താ പഠിച്ചോന് റബ്ബ് നമ്മളോട് പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മളതിൻ്റെ അറബിൻ്റെ അർത്ഥം പരിഭാഷ ഒതുക്കിയാൽ നമ്മൾ പഠിച്ചോന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബ് എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അതിൽ കുറേ ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരുന്ന എന്താ പറയുക, ഹദീസും ഖുറാനും അറിയാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പല കാര്യങ്ങളും തെറ്റാണ്, ഇത് ശരിയാണെന്നെല്ലാം വാക്കുതർക്കം ഉണ്ടാവില്ലേ, അത് ഹദീസും ഖുറാനും നമുക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പഠിപ്പിച്ച് തരുന്നതിലും നല്ലത് നമ്മൾ തന്നെ ഇപ്പം എല്ലായിടത്തും ഖുറാൻ എന്താ പറയുക, ബുഖാരി ഹദീസ് അന്ന് ഞാൻ കൂടുതൽ നോക്കൽ. ഹദീസിൻ്റെ പരിഭാഷയുണ്ട്, അതുപോലെ ഖുറാൻ്റെ പരിഭാഷയിലുണ്ട് മലയാളം. അപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ട് ഡെയിലി ഒരു പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാവും. ചിലർ പറയലുണ്ട് ഖുറാൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് ഓതാൻ പാടില്ല എന്ന്. അങ്ങനെയല്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭാഷ അറബി ആയതുകൊണ്ടാണ് അവർക്ക് അറബിയിൽ ഖുറാൻ അവതരിച്ചത്. അപ്പം നമുക്കത് മനസ്സിലാവില്ലല്ലോ, അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം തന്നെ പഠിക്കണം. അപ്പോൾ അർത്ഥം പഠിച്ചു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവും. അങ്ങനെ അണപ്പത്തിൽ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ഹലീം റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ട് ഇതാ 100 ഗ്രാം നുറുക്ക് ഗോതമ്പില്ലേ,
ബ്രോക്കൺ വീറ്റ് എന്നെല്ലാം പറയും. ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. അതെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പ് എടുത്താലും മതി. 100 ഗ്രാമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബസ്മതി റൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ ആ ഒരു പയറിൻ്റെ ഇലവ് എന്നെല്ലാം പറയും, പച്ചപ്പയറിൻ്റെ ഉള്ളിലുണ്ടാകുന്നൊരു സംഭവമില്ലേ, അതെടുക്കുക. പിന്നെ ഇതാ 100 ഗ്രാം കടലപ്പരിപ്പ് എടുക്കുക കേട്ടോ. 100 ഗ്രാം അല്ല, സോറി, 2 ടേബിൾ സ്പൂണ്. ഇതെല്ലാം 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ഉഴുന്നെടുക്കുക. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പരിപ്പാണ്, ഇതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ സാമ്പാർ പരിപ്പാണ്, ഇതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു 10-15 കാഷ്യൂനട്ടും കൂടി ഇടുക. എന്താ പറയുക, ഇടാം. എന്നിട്ടില്ലേ ഇതെല്ലാം കൂടി കുതിർത്ത് വെക്കണം. 1 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കുതിർത്ത് വെക്കണം കേട്ടോ. ഇത് നല്ലോണം കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള മട്ടൺ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതാ ഞാനില്ലേ 100 ഗ്രാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം തന്നെ ഗീയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനീ പറയുന്നത് 1 കിലോ മട്ടൻ്റെ അളവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 2 വലിയ ഉള്ളിയിൽ നേരതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഉള്ളി. ഫ്രൈ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആവും. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് ഫ്രൈ ആക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് ഉള്ളി ഒന്ന് നല്ലോണം ഫ്രൈ ആയിട്ട് വരൂലേ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരൂലേ, അന്നേരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നേരില്ലേ 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 1 ബൾബ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി കരിഞ്ഞു ആണ്ടിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച് മട്ടൻ ഇട്ട് കൊടുക്കലാണ്. മാക്സിമം മട്ടൻ്റെ ആ ഒരു എല്ല് ഭാഗമില്ലേ അത് ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം ഇത് നമ്മൾ ചതച്ചിട്ടാണ് ഈ 1 കിലോ മട്ടൻ മൊത്തത്തിൽ നമ്മൾ ചതച്ചെടുക്കും, പൊടിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഹലീം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുക്കലാണ്. മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തവയിൽ നമ്മൾ കയ്യിലെന്ന് പറയും പഠിച്ചോനെ ഭയങ്കര എനിക്ക് ഒതുങ്ങുന്നേ ഇല്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് മരത്തിൻ്റെത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് കമൻറ്റ് വരും, വേറെ കയ്യിലെടുത്തൂടെ ഒരു ഫാനാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഉള്ളി ഫ്രൈ ആക്കിയേരം അതെടുത്തുകൊണ്ട് പിന്നെ ഒന്ന് മിക്സ് ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം വെള്ളം ഇറങ്ങി വരും കേട്ടോ. മട്ടൻ്റെ 1/2 ടീസ്പൂണ് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. കാര്യം മട്ടനിൽ വെള്ളം ഇറങ്ങി എണ്ണ തെളിഞ്ഞ് വരണം. മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 4 പച്ചമുളക്, 4-5 പച്ചമുളകും 1 കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലെങ്കിൽ പ്രശ്നമില്ല, പുതിനയിലില്ല എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കാണ്ടിരിക്കണ്ട. ഇതെല്ലാം ചേർത്ത് കൊടുത്താലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ ഹലീം റെഡിയാക്കി എടുക്കാൻ പറ്റുക കേട്ടോ. മല്ലിയിലും പുതിനയിലും മസ്റ്റാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ശ്രദ്ധിക്കുക. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങ, ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഒന്നെ ചേർത്ത് കൊടുക്കുക. 1/2 മുറിയല്ല, 1 ചെറുനാരങ്ങ തന്നെ പിഴിഞ്ഞ് കൊടുക്കുക. കരിയിൽ പുളിക്കായിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും 1 ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പില്ലേ കുക്കർ 8-9 വിസിൽ വരെ വേവിച്ചെടുക്കുക. 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ, ബാക്കിയെല്ലാം ലോ ഫ്ലെയിമിൽ. 9-10 വിസിൽ വരെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് മട്ടന് നല്ലോണം സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരാം. അപ്പം ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, കരിഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ. അങ്ങനെ ഇതാ മട്ടന് നല്ലോണം കുക്കായി. ഇത് മട്ടനിൽ നിന്നുള്ള ഗീയും കാര്യങ്ങളും നമ്മൾ ഒഴിച്ച ഗീയും എല്ലാം കേട്ടോ മുകളിലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് കോരിയെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഹലീം സെർവ് ചെയ്യുമ്പോഴേ ഇത് കുറച്ച് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിക്ക്. അതുപോലെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും.
അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മാത്രം ഒരു കപ്പിലേക്ക് കുറച്ച് മാത്രം ഇതുപോലെ തെളിഞ്ഞ് വന്ന ആ ഒരു ഓയിൽ മുകളിലായിട്ട് നിൽക്കുന്ന ഓയിൽ മാത്രം അങ്ങനെ കോരിയെടുക്കലാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് അൽസ അതുപോലെ തന്നെ അലീസ എന്നെല്ലാം പറയും, ചക്കര ചോറ്, പിന്നെ വേറെന്തോ ഒരു സംഭവമുണ്ട്, അതെല്ലാം കായ്ക്കറി അതിലെല്ലാം ഉണ്ടാക്കൽ. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഈ ഒരു ഹലീം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇതേ ഉണ്ടാക്കും കേട്ടോ. അത്രയും അടിപൊളിയാണ്. ഈ ഒരു മട്ടൻ വേണ്ട സോഫ്റ്റ് ആയിട്ടുണ്ട്. മട്ടന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഹലീം ഉണ്ടാക്കുക ഞാനില്ലേ ഇനി ഈ ഒരു മട്ടനും ഈ ഒരു എന്താ പറയുക ഉള്ളി മസാല കാര്യങ്ങളെല്ലാം ഇല്ലേ അതെല്ലാം ഒന്ന് കോരി മാറ്റലാണ്. ഇതുപോലില്ലേ ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് കോരി മാറ്റുക. എന്നാൽ വെള്ളം ആ ഒരു കുക്കറിൽ തന്നെ ഉണ്ടാവും. ആ ഒരു എന്താ പറയുക സൂപ്പില്ലേ അത് അവിടെ തന്നെ വെക്കുക, മട്ടൻ മാത്രം കോരി മാറ്റുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സൂപ്പിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു പയറുവർഗ്ഗങ്ങളിലേ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നിൽ ഇത് നല്ലോണം കുത്തിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യൽ. ഞാൻ പറഞ്ഞുതരാം. പക്ഷേ കുത്താൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എളുപ്പവഴിയും കൂടി ഞാനിതിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം വെള്ളം എന്തായാലും വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ പരിപ്പെല്ലാം വേവിക്കൂലേ അതുപോലെ അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാലാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഒരു 5 വിസിൽ വരെ വേവിക്കുക. സാധാരണ പരിപ്പെല്ലാം നമ്മൾ 1 വിസിൽ വരെയല്ലേ വേവിക്കും. ഇത് 5 or 4 വിസിൽ വരെ തന്നെ വേവിക്കുക കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ ലോ ഫ്ലെയിമിൽ, കരിഞ്ഞുവാണ്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മട്ടനിലെ എല്ലെല്ലാം നമ്മുടെ മട്ടനിലുള്ള എല്ലെല്ലാം ഞാൻ മാറ്റിയെടുക്കലാണ്. എല്ലിൻ്റെ ഭാഗമെല്ലാം അങ്ങ് മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഞാനില്ലേ ഈ ഒരു ഹലീം ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ കാണലുണ്ട് ഹലീം റെസിപ്പി കാര്യങ്ങളെല്ലാം ഞാൻ കാണലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയില്ല എനിക്കങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടുമില്ല. അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഉണ്ടാക്കാൻ തോന്നൂലേ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ അടുത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിന്. ആ ഒരു ടൈമിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് ഹലീം അവർ കഴിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിന്. അത് കണ്ടേരം എനിക്ക് ഭയങ്കര കൊതിയായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, നമ്മൾ സാധാ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കാണലില്ല. അപ്പം അത്രയും അടിപൊളിയായിട്ട് എന്താ പറയുക കണ്ടുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഹലീം ഉണ്ടാക്കണം, എന്തായാലും ഈ ബറാത്ത് വരുന്നുണ്ടല്ലോ ആ ഒരു ടൈം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞാനില്ല അതിൻ്റെ ഇടയിൽ മട്ടനിലുള്ള എല്ലാം മാറ്റിയിട്ട് മട്ടന് നല്ലോണം ഉടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളിലേ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഞാനിപ്പം ഇട്ട ഐറ്റംസ് എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കുക്കായാലും ഞാൻ എന്തെല്ലാം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂണ്, പട്ട അതുപോലെ കുരുമുളക് 1 ടീസ്പൂണ്, 4 അല്ലി എന്താ പറയുക ഏലക്ക, അതുപോലെ തന്നെ റോസ് പെറ്റൽസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഉടച്ചെടുക്കുക. ഇപ്പം ഇതാ മൊത്തത്തിൽ ഉടച്ചെടുക്കാനും മടിയുള്ളവരാണെങ്കിൽ ഇതിൽ നിന്നും പകുതി എടുത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ഈ ഒരു സ്പൈസസ് എല്ലാം ചേർക്കും മുന്നേ അരച്ചെടുത്താൽ മതി. പകുതി മാത്രം കേട്ടോ, ബാക്കിയുള്ളതൊന്നും ഉടച്ചെടുക്കുക. ഞാനിപ്പോൾ അരച്ചെടുക്കുന്നില്ല, ഞാനെല്ലാം ഉടച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏലക്ക, പട്ട, കറാമ്പു, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, റോസ് പെറ്റൽസ്, കുരുമുളക്, ഇതെല്ലാം ഒന്നിട്ടാ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും. എല്ലാം ഓരോരോ ടീസ്പൂൺ വീതമൊന്ന് ചേർത്ത് കൊടുത്തേ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ആ ഒരു മട്ടൻ ഉടച്ചെടുത്ത സംഭവത്തിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് വീണ്ടും നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉടക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മിക്സിയുടെ ജാറിലിട്ടിട്ട് പകുതി മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഉടച്ചെടുക്കലാണ്. ഇത് കുറച്ച് ടൈം തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുത്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂ. അതുകൊണ്ടാണ് നമ്മൾ മട്ടനും ഈ ഒരു പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം നല്ലോണം വേവിച്ചത്. പെട്ടെന്ന് തന്നെ ഉടനെ കിട്ടും കേട്ടോ. പിന്നെന്താ 2 ആൾക്കാരെല്ലാം കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും സ്പീഡായിട്ട് ഉടനെ കിട്ടും. അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ കാണിക്കാൻ കാര്യം ഇത് നല്ലോണം ഉടച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഞാൻ ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി എന്താ പറയുക ഉള്ളി ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ഉള്ളി വീണ്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടില്ലേ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഉടച്ചെടുക്കലാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീയും കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് കൊടുക്കണം. കുറച്ചല്ല, ഒരു മുഴുവൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഇതാ ഒരു മുഴുവൻ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം ഇതുണ്ടാക്കാൻ. പക്ഷേ ഇല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നഷ്ടം തോന്നൂല കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റിലായിട്ട് തോന്നും. പിന്നെ മട്ടന് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ ബീഫിൽ ചെയ്തെടുക്കുക. അതും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനിൽ ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്താലും അടിപൊളിയാണ്. കുറച്ചുകൂടി സ്പെഷ്യൽ മട്ടനിലാണ്. മട്ടൻ ഹലീം വയ്ക്കാനാണ് കുറച്ചുകൂടി സ്പെഷ്യൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീയും കൂടി ഇട്ടു. ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുക്കലാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഈ പാലും കൂടി ആവുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഹലീം. ഇത് എത്ര കഴിച്ചാലും മതി വരാത്തൊരു ഐറ്റമാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, അടിപൊളിയാണ്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എൻ്റെ റെസിപ്പീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറയലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മന്തി റെസിപ്പി കാണിച്ചിട്ടില്ലേ, അതിൽ കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടും എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇർഫാന പറഞ്ഞ പോലെ എന്നെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. മന്തിനെക്കാട്ടിയെല്ലാം എത്രയോ അടിപൊളിയാണ് കേട്ടോ ഇത്. നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, ലൈഫിൽ ഇതാന്ന് ഏറ്റവും അടിപൊളി ഫുഡ് എന്ന് നിങ്ങൾ പറയും കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് കഴിച്ചിട്ടുള്ള ഒരു സംഭവം എന്താ പറയുക, നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നൂലേ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാനിതിന് മുകളിലായിട്ട് ഞാൻ മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ടും എന്താ പറയുക ഫ്രൈ ആക്കി വെച്ച ആ ഒരു ഉള്ളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓയിലില്ലേ മട്ടൻ്റെ അത് ഒഴിച്ച് കൊടുത്തിനെ. ഇനിതാ ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നിലേക്ക് ഒരു കാര്യം ഷെയർ ആക്കാനുണ്ട്. ഞാനില്ലേ ഇങ്ങനെ റെസിപ്പീസ് എല്ലാം ഷെയർ ആക്കൂലേ, എന്നിട്ട് അടിപൊളി എന്നെല്ലാം പറയൂലേ. അപ്പോൾ ഇല്ലേ എൻ്റെ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ, സ്വാഭാവികമായിട്ടും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും അടിപൊളിയായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങളും എന്താ പറയുക കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് പറയും വല്ല രസമൊന്നുമില്ല, നിൻ്റെത് അടിപൊളിയൊന്നല്ല സംഭവം എന്നെല്ലാം പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് വിഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. ഞാൻ എന്താ പറയുക വീഡിയോക്ക് വേണ്ടിക്ക് മാത്രം ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിന് ദേഷ്യവും അസൂയും കാര്യങ്ങളും വെച്ചിട്ട് കാര്യമില്ല. പിന്നെന്താ, നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ അത് കാണാണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക നല്ല രീതിയിൽ പറയുന്നതാണ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാര്യം നമുക്ക് ഒരാളുടെ കാര്യം കാണുമ്പോൾ നമ്മൾ മനസ്സിന് വിഷമമുണ്ടെങ്കിലേ നമ്മൾ കാണാണ്ടിരിക്കലാണ് നല്ലത്. വെറുതെ അസൂയും കുശുമ്പും വെച്ചിട്ട് വലിയ കാര്യമില്ല, നമ്മൾ തന്നെയാണ് നശിക്കുക. അത് മനസ്സിലാക്കാം. പിന്നെന്താ, ഈ ഒരു കാര്യം കുക്കിങ്ങും കാര്യമെല്ലാം ഞാൻ ചെറുതിലേ ചെയ്യുന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ എന്താ പറയുക ഉമ്മാൻ്റെ അരുവത്ത് നിന്ന് നോക്കി കണ്ടുപഠിച്ച കാര്യങ്ങളെല്ലാം. അപ്പം അതും ചെറുതിലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്റ്റായിട്ട് ഏതിലെന്തെല്ലാം കുറവുണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതെല്ലാം എനിക്ക് അറിയാം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പഠിച്ചവന് ഓരോരാൾക്കും ഓരോരു കഴിവല്ലേ കൊടുക്കുക. അപ്പം ഒരാൾക്ക് കൊടുത്ത കഴിവിൽ നമ്മൾ അസൂയ വെച്ചിട്ടോ കുശുമ്പ് വെച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല. നമുക്ക് എന്താണോ കഴിവ് കിട്ടിയത് ആ ഒരു കഴിവിൽ മുന്നേറാൻ ശ്രദ്ധിക്കട്ടോ. അതുപോലെ തന്നെയില്ലേ ചിലരെല്ലാം ചില ചാനലിൽ പോയിട്ട് ഇർഫാന ഷംഷീറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമെന്ന്, ഇർഫാന ഷംഷീറിൻ്റെ വീഡിയോ എന്താ പറയുക, എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് വേറൊരു ചാനൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടിട്ട് എൻ്റെ മോൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിന്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചാനലാണ് കേട്ടോ, അധികം വ്യൂസൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ചാനൽ തന്നെയാണ്. അവരടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇർഫാന ഷംഷീറിൻ്റെ വീഡിയോ ഉണ്ടായിട്ട് നിങ്ങളെ വീഡിയോ കാണാൻ രസമില്ലാന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളങ്ങനെ എഴുതുമ്പില്ലേ ആ ഒരു
യൂട്യൂബറിന് എന്നോട് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് വന്നിട്ട് പറയാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിനി അങ്ങനെ എന്നോട് വന്നിട്ട് പറയാം. വേറൊരാൾക്ക് ഈഗോ വരുന്ന രീതിയിൽ, ദേഷ്യം വരുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തതിൽ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പറയാം. അല്ലാണ്ട് ഇർഫാന ഷംഷീറിൻ്റെ പേര് പറഞ്ഞിട്ട് പറയാണ്ട് കേട്ടോ. അതെനിക്ക് നല്ലോണം വിഷമാലുണ്ട്. കാര്യം നമ്മളറിയാണ്ട് നമ്മളോട് ചിലർക്കെല്ലാം ദേഷ്യം വരും അങ്ങനെ ചെയ്യുമ്പോൾ. ഇത് മാത്രമല്ല കേട്ടോ, മുന്നേ എനിക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിനി. ഇതിപ്പം അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നതാണ്. കാര്യമില്ലേ, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് കേട്ടോ അത്. കാര്യം ഞാൻ മനസ്സാവാതെ കാര്യം ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രാവിലെ എണീച്ച് എൻ്റെ കുട്ടികളുടെ ഫുഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്, പിന്നെ എഡിറ്റിങ്, പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ നല്ല ബിസി ആയിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് എനിക്ക് കമൻ്റ് ഇടാൻ കഴിയൂല. അങ്ങനത്തെ മനസ്സുമല്ല കേട്ടോ എൻ്റെത്. എന്തെങ്കിലും മോശം കണ്ടാൽ തന്നെ കമൻ്റ് ഇടാൻ എനിക്ക് തോന്നലില്ല. നമുക്കത് ഇഷ്ടമില്ലെങ്കിൽ വിട്ട് അത് കാണണ്ടാന്നല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ദയവേത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ പേര് വെച്ചിട്ട് കമൻ്റ് ഇടണ്ട. അതുപോലെ തന്നെ എന്നെ ആരുമായിട്ട് കമ്പയർ ചെയ്യാനും നിൽക്കണ്ട കേട്ടോ. ഇത് ഞാൻ നല്ല രീതിയിൽ പറയുന്നതാണ്. കാര്യം അതെനിക്ക് നല്ലോണം പേഴ്സണലായിട്ട് എനിക്ക് നല്ലോണം വിഷമമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളോട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങളായിട്ട് പോയിട്ട് പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുമായിട്ട് ആരെങ്കിലും എൻ്റെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ ഞാനുമായിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ. ഞാൻ എൻ്റെ വഴിക്ക് ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ ആരെയും കോമ്പറ്റീറ്ററായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ എൻ്റെ പാഷനായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് കേട്ടോ. ഇത് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. അതിൽ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാണ്ടിരിക്കലാണ്. അധികം നമ്മൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അപ്പുറപ്പുറം വീഡിയോസ് കാണാണ്ടിരിക്കൽ തന്നെയാണ് കേട്ടോ നല്ലത്. അത് എന്താ പറയുക, നിങ്ങൾക്ക് വിഷമമാണെന്നുണ്ടെങ്കിൽ കാണാൻ പാടില്ല, പക്ഷെ ഇഷ്ടത്തോടെ കാണുന്നുണ്ടെങ്കിൽ കാണാം കേട്ടോ. അങ്ങനെ അപ്പം എന്താ പറയുക, ഞാനിത് ദേഷ്യമായിട്ട് പറഞ്ഞതല്ല, സ്നേഹത്തോടുകൂടി പറഞ്ഞതാണ്. നല്ലൊരു മാസമല്ലേ അല്ലേ, അതുകൊണ്ട് നല്ലൊരു ഉപദേശം എന്ന രീതിയിലെടുത്താൽ മതി. അപ്പം എന്താ, ഞാനില്ലേ എല്ലാവർക്കും ഫാമിലിയിൽ എല്ലായിടത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായി. ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ വിട്ടുപോയി. ഞാൻ വീണ്ടും ആ ഒരു ഷോട്ട് ഇതിൽ ആഡ് ചെയ്ത് തന്നിട്ടാ. ഇതുണ്ടില്ലേ, നല്ല ടേസ്റ്റിയുള്ള ഹലീമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. പിന്നെന്താ ഞാൻ നേരത്തെ കുറേ സംസാരിച്ചു, സോറി. എനിക്ക് അത്രയും വിഷമമായിട്ട് തോന്നിയോണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ പേരിൽ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം നമ്മൾ കൂടെയുള്ളവരോട് നമ്മൾ എന്താ പറയുക, നമ്മൾ അസൂയ വെക്കുന്നതിലും നല്ലത് അവരുടെ ഒപ്പം എത്താൻ നോക്കലാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറൊരു രീതിയിലായിരിക്കും കഴിവുണ്ടാവുക. അപ്പോൾ നമ്മളെ കഴിവ് കണ്ടെത്തിയിട്ട് മുന്നേറാൻ ശ്രമിക്കുക. അത് ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും, ഇതിപ്പം കുക്കിംഗ് വ്ളോഗും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറായാലും എൻജിനീയർമാരായാലും അങ്ങനെ എല്ലാ ഫീൽഡിലും ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവും, പരസ്പരം പാര വെക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ. പക്ഷേ ഹെൽത്തി കോമ്പറ്റീഷൻ നല്ലതാണ്. അല്ലാണ്ട് അസൂയ വെച്ച് അവർ നശിക്കണം, അവൾ നശിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് കേട്ടോ നശിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.